ഹലോ! അപ്പോൾ ഇന്ന് ഡേ 5 അറ്റ് മലേഷ്യ ട്ടോ. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് പെട്രോണാസ് ട്വിൻ ടവർ കാണാനായിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുന്നിൽ നിന്ന് കറക്റ്റ് ഫുൾ വ്യൂ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഏരിയയിലോട്ട് പോയിരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എൻട്രൻസ് വരുന്നത് സൂര്യ KLCC എന്ന് പറഞ്ഞൊരു മോളുടെ ഉള്ളിൽ കൂടെ ആട്ടോ എൻട്രൻസ് വരുന്നത്. നമ്മൾ ഈ ബുർജ് ഖലീഫയിലും അങ്ങനെ തന്നെയുള്ള എൻട്രൻസ് ഒരു മോളുടെ ഉള്ളിൽ കൂടെ. അതേപോലെ തന്നെയാണ് ഇവിടെയും. പിന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ച് 1-2 ഫ്ലോറിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ് വന്നിട്ട് 86th ഫ്ലോറിലാട്ടോ. അപ്പോൾ ഇതിന് ഒരു സമയത്ത് വേൾഡ്സ് ടോളസ്റ്റ് ബിൽഡിംഗ് എന്നുള്ള ടൈറ്റിൽ ഉണ്ടായിരുന്നു. അതായത് 1998 ടു 2004 വരെ. പിന്നീട് അതിന് ശേഷം വേറെ ടോളസ്റ്റ് ബിൽഡിംഗ് വന്നുകൊണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ വേൾഡ്സ് ടോളസ്റ്റ് ട്വിൻ ടവർ എന്നുള്ള ടൈറ്റിൽ ഈ പെട്രോണാസ് ട്വിൻ ടവറിന് തന്നെയാണ്. അതുപോലെ പെട്രോണാസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ തന്നെയാണ്. അതുപോലെ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കാണാൻ പറ്റും. അത് നമ്മുടെ KL ടവറിൻ്റെ ഉള്ളിൽ നിന്നും ശരിക്കും കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ ശരിക്കും കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മെർസിഡീസ് AMG പെട്രോണാസിൻ്റെ ഫോർമുല 1 റേസിന് യൂസ് ചെയ്ത കാറിൻ്റെ ഡെമോ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മോളുടെ ഉള്ളിലെ ഡെക്കോസ് ആണ് എന്ത് ഭംഗിയല്ലേ. അതായത് ചൈനീസ് ന്യൂ ഇയറിൻ്റെ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും അടിപൊളിയായിട്ട് അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ഇതിനകത്തുണ്ട്. അതായത് ഷനേൽ, റോളക്സ്, ഡിയോ, ലൂയി വിറ്റോൺ ഒക്കെ നമ്മളിങ്ങനെ കണ്ടുപോരാന്നല്ലാതെ നമുക്കിത് വാങ്ങാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ലെഗോ കണ്ടപ്പോൾ വാവ് അങ്ങനെ ഓടിക്കേറിയെങ്കിലും ഒന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ. കാരണം അവരുടെ അവിടെ അതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അത്ര പുതുമയായിട്ടൊന്നും അവർക്ക് തോന്നിയില്ല. പിന്നെ മിനീസോ കണ്ടപ്പോൾ ഞാൻ ചാടി വീണു. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് ഇങ്ങനെ മിനീസോയിലൊക്കെ നോക്കി. അപ്പോൾ വാവയും വന്നു. കാരണം എമിക്കുട്ടി ഏത് നേരം ഇങ്ങനെയല്ല ബൂബു വേണം എന്ന് പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് എമിക്കുട്ടിയുടെ ബർത്ത്ഡേ വരുന്നതുകൊണ്ടും വന്ന് നോക്കിയെങ്കിലും കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിയൊന്നുമില്ല. പിന്നെ അവിടെ നിന്നൊരു കോഫിയും കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ ഫുഡ് കോർട്ടിൽ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് തിരിച്ചു വന്നു. പിന്നെ പിള്ളേർ നമ്മുടെ പൂളിലിറങ്ങാത്തൊരു ദിവസം പോലും ഇല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ആയപ്പോൾ നമ്മൾ വീണ്ടും വാക്കിന് ഇറങ്ങി. അങ്ങനെ നമ്മൾ മസാജിന് പോയി. അപ്പോൾ പിള്ളേരും മമ്മിയും ഇതുപോലെ അവിടെ കിട്ടിയിരുന്ന ഒരു ടോയ് വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മസാജിന് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ചൈന ടൗൺ അവിടേക്കാണ് പോയത്. പിന്നെ എനിക്കവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവരെന്തൊക്കെയോ വീണ്ടും സെയിം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ സ്ക്വിഡ് ഫ്രൈ, പിന്നെ നമ്മുടെ ഓയിസ്റ്റർ, പിന്നെ അതേപോലെ തന്നെ ക്രാബ്, ഒക്ടോബസ് എന്തൊക്കെയോ കുറേ ഐറ്റംസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോയതുകൊണ്ട് എനിക്ക് വേണ്ട ഐറ്റംസ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അവിടെ നിന്നൊരു മാംഗോ ജ്യൂസ് കുടിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഡെസേർട്ട് ക്രേവിങ് വന്നുകൊണ്ട് നമ്മൾ മെക്ഡേ പോയിട്ടൊരു മെക് സ്ലഷി വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അതും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതായത് നാട്ടിൽ കഴിക്കുന്നേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് പോയി. പിന്നെ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇപ്പോഴും അതിങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് കണ്ട് കിടന്നുറങ്ങാനായിട്ട്. പക്ഷേ 12 മണിയാകുമ്പോഴേക്കും ലൈറ്റ് ഓഫ് ചെയ്യും കേട്ടോ. അതായത് 12 AM കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ അതുവരെ ഇങ്ങനെ കണ്ട് കിടന്നുറങ്ങും. നല്ല രസമുണ്ട് ആ ലൈറ്റ് ഇട്ട് കാണാനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.